അപ്പം ഇനി നമ്മൾ ഗ്രാമറാണ്, +2ൻ്റെ ഗ്രാമറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച്. പേജ് നമ്പർ 73 ഗ്രാമർ വരുന്നത് കേട്ടോ. ഫസ്റ്റ് ഗ്രാമർ റിപ്പോർട്ടഡ് സ്പീച്ച് എന്നാണ് നമ്മൾ ഹെഡിങ് വരുന്നത്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്താണെന്നാണ് ഫസ്റ്റ് ഗ്രാമറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. Reported speech is how we represent the speech of other people or what we ourselves say. അതായത് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറഞ്ഞ ഒരു കാര്യം അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്ത ഒരു പ്രവൃത്തി നമ്മൾ വേറൊരാളോട് മറ്റൊരു രീതിയിൽ പറയുന്നതിനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. അതായത് അവൻ അങ്ങനെ ചെയ്തു എന്ന് പറയില്ല, വേറൊരാളെക്കുറിച്ച് നമ്മൾ പറയുമല്ലോ, അങ്ങനെ പറയുന്നതിനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇതിൽ 2 ടൈപ്സ് ഓഫ് റിപ്പോർട്ടഡ് സ്പീച്ചാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് സ്പീച്ച്, ദെൻ ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ച് എന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് സ്പീച്ച് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ആക്ച്വൽ വേർഡ്സ് സംവൺ സെഡ്. ഡയറക്റ്റ് സ്പീച്ച് യൂഷ്വലി ഹാസ് എ റിപ്പോർട്ടിംഗ് വെർബ് ഇൻ ദ പാസ്റ്റ് സിമ്പിൾ. അതായത് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് മറ്റൊരാൾ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്ത പ്രവൃത്തി അതേ രീതിയിൽ തന്നെ നമ്മൾ വേറൊരാളോട് പറയുന്നതിനെയാണ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അതായത് അവൾ പറഞ്ഞു ഞാൻ ഇന്ന് വരുന്നില്ല. അപ്പം അതായത് അവൾ പറഞ്ഞതാണ്, അവൾ പറഞ്ഞു ഞാൻ ഇന്ന് വരുന്നില്ല, അതേ നമ്മൾ വേറൊരാളോട് പറയാണ്. ഷീ സേസ് ഷീ വിൽ നോട്ട് കം, അവൾ ഇന്ന് വരുന്നില്ല. അങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ്, അതായത് അവരെന്താണോ പറഞ്ഞത് അത് കൃത്യമായിട്ട് നമ്മൾ വേറൊരാളോട് പറയുന്നതിനാണ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇതിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കുകയുള്ളൂ. ദെൻ ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് സ്പീച്ച് ഫോക്കസ് മോർ ഓൺ ദ കോണ്ടന്റ് ഓഫ് വാട്ട് സംവൺ സെഡ് rather than their exact words. In indirect speech, the structure of the reported clause depends on whether the speaker is reporting a statement, a question or a command. അതായത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ അവരെന്താണോ പറഞ്ഞത് അല്ലെങ്കിൽ അവരെന്താണോ ചെയ്തത് അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അതായത് അവൾ പറഞ്ഞു അവൾ ഇന്ന് വരുന്നില്ല, അപ്പോൾ ആ വരുന്നില്ല എന്ന വെർബിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ പറയുന്നതിനാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അതായത് പാസ്റ്റ് ഉള്ള കാര്യങ്ങൾ പറയാനാണ് നമ്മൾ കൂടുതൽ ഇൻഡയറക്റ്റ് സ്പീച്ച് യൂസ് ചെയ്യുന്നത് കേട്ടോ. റൂൾസ് ഓഫ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഓർ റിപ്പോർട്ടഡ് സ്പീച്ച്. അതായത് റൂൾസ്, ഇതിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അതായത് ഇൻഡയറക്റ്റ് സ്പീച്ചിൻ്റെ റിപ്പോർട്ട് സ്പീച്ചിന് ടെൻസ് ചേഞ്ചസ്, സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ ടെൻസ് വിൽ ഓർ ഷാൾ ചേഞ്ച് ടു വുഡ് ഓർ ഷുഡ്. അതായത് ടെൻസ് ചേഞ്ച് ആവും. ഇതിൽ ടെൻസ് ചേഞ്ച് ആവും. എങ്ങനെയാണ്? സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് ആവും, പാസ്റ്റ് പെർഫെക്റ്റ് ആവും, പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആവും, പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആവും, ഫ്യൂച്ചർ ടെൻസ് എന്താവും? വില്ല് അല്ലെങ്കിൽ ഷാള് എന്നുള്ളത് വുഡ് ഓർ ഷുഡ് ആവും. അതായത് ഇപ്പം നടന്ന കാര്യങ്ങൾ നമ്മൾ അടുത്ത ടെൻസിലാണ് നമ്മൾ പറയുക എന്നാണ് പറയുന്നത് കേട്ടോ. റൂൾ നമ്പർ 1, വേർഡ് ഓഫ് ദ സ്പീക്കർ റിപ്പോർട്ട് സ്പീച്ച് ആർ നോട്ട് എൻക്ലോസ്ഡ് ഇൻ ഇൻവേർട്ടഡ് കോമ ഓർ കൊട്ടേഷൻ മാർക്ക്. അതായത് ഡയറക്റ്റ് സ്പീച്ച് ആവുമ്പോൾ നമ്മൾ ഹി സെഡ് അല്ലെങ്കിൽ ഐ റൈറ്റ് എ ലെറ്റർ, ഹി സെഡ് അവൻ പറഞ്ഞു ഞാനൊരു കത്തെഴുതും. ആ ഐ റൈറ്റ് എ ലെറ്റർ എന്നുള്ളത് നമ്മൾ ഇതിലിട്ടിട്ടാണ് പറയും, ഇൻവെർട്ടഡ് കോമ ഇട്ടിട്ടാണ് നമ്മൾ പറയുക. പക്ഷേ ഇതിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ അങ്ങനെ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഒന്നിച്ച് നമുക്കൊരു സെൻറ്റൻസ് ആയിട്ട് നമുക്കത് പറയാം. റൂൾ നമ്പർ 2, ചേഞ്ച് ഇൻ ടെൻസ് ഓഫ് ദ റിപ്പോർട്ടഡ് സ്പീച്ച്. അതായത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആദ്യ വാക്യം പ്രസൻറ്റ് ടെൻസ് ഓർ ഫ്യൂച്ചർ ടെൻസിലാണെങ്കിൽ ടെൻസ് മാറ്റേണ്ടതില്ല. പക്ഷെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ മാത്രമേ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ മാറ്റേണ്ടതുള്ളൂ. അതായത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ പ്രസൻറ്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ ആണെങ്കിൽ ടെൻസ് മാറ്റണ്ട എന്നാണ് പറയുന്നത്. റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പാസ്റ്റ് ടെൻസിലാണെങ്കിൽ മാത്രമേ നമുക്ക് സെൻറ്റൻസ് മാറ്റേണ്ടതുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പം ഡയറക്റ്റ് സ്പീച്ച് ആകുമ്പോൾ എന്താണ്? ഷീ സെഡ് ഐ ആം റൈറ്റിംഗ് എ നോട്ട്. അവൾ പറഞ്ഞു അവളൊരു നോട്ട് എഴുതുകയാണ്.
ഇൻഡയറക്റ്റ് ആകുമ്പോൾ അതെന്ത് വരും? പാസ്റ്റിലേക്ക് മാറും. അതായത് ഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ പാസ്റ്റ് ടെൻസുകൾ മാറ്റേണ്ടതില്ല, ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ടെൻസുകൾ മാറ്റണം എന്നാണ് പറയുന്നത് കേട്ടോ. ഷീ സെഡ് എന്നുള്ള എന്താവും? ഷീ ടോൾഡ്, അവൾ പറഞ്ഞു. ദാറ്റ് ഷീ വാസ് വരും. ഈസ് എന്താവും? വാസ് ആവും. റൈറ്റിംഗ് എ നോട്ട്, ടെൻസ് എന്തായി? ചേഞ്ച് ആയി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത് എക്സാമ്പിൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് മനസ്സിലാക്കുക. ഇനി വരുന്ന ലാസ്റ്റ് റൂള് ഫോർ ക്വസ്റ്റ്യൻസിനാണ്, ചോദ്യങ്ങൾക്ക് വരുന്ന റൂളാണ് കേട്ടോ. എന്താണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് യൂസ് വെദർ ഓർ ഈഫ് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്. അതായത് ദാറ്റിന് പകരം വെദർ അല്ലെങ്കിൽ ഈഫ് നമ്മൾ യൂസ് ചെയ്യണം യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. അതായത് ആർ യു എ ഡോക്ടർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഹി ആസ്ക്ഡ് ആർ യു എ ഡോക്ടർ ആണ് ഡയറക്റ്റ് സ്പീച്ച്. അത് ഇൻഡയറക്റ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് പറയും? ഹി ആസ്ക്ഡ് മീ വെദർ ഐ വാസ് എ ഡോക്ടർ എന്ന് പറയാം. ഓക്കെ, പ്രോനൗണ് ചേഞ്ചായി പ്രസൻറ്റ് പാസ്റ്റായി മാറി കേട്ടോ, നൗണല്ല പ്രോനൗണ്. അങ്ങനെയാണ് വരുന്നത്. ഇനി റൂൾ നമ്പർ 5, ഇമ്പാരറ്റീവ് സെൻറ്റൻസ് എക്സ്പ്രസിങ് കമാൻഡ്, റിക്വസ്റ്റ്, പ്രെയർ, അഡ്വൈസ്. അതായത് ഇമ്പാരറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമാൻഡുകൾ അല്ലെങ്കിൽ റിക്വസ്റ്റുകൾ, പ്രെയർ, അഡ്വൈസ് അങ്ങനെയൊക്കെ വരുമ്പോൾ യൂസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിപ്പോർട്ടിംഗ് വെർബ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ്. അതായത് റിപ്പോർട്ടിംഗ് വെർബ്സ് എന്തായിരിക്കണം? ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിപ്പോർട്ടിംഗ് വെർബ്സ് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. കോണ്ടെക്സ്റ്റ് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഉള്ളടക്കം, അതിനനുസരിച്ച് റിപ്പോർട്ടിംഗ് വെർബ് യൂസ് ചെയ്യണം. ഇപ്പം ടീച്ചർ സെഡ് ടു റാം ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക്, അതാണ് ഡയറക്റ്റ്. അതായത് ടീച്ചർ പറഞ്ഞു ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക്, അത് ഡയറക്റ്റ് സ്പീച്ച്. അത് ഇൻഡയറക്റ്റ് ആകുമ്പോൾ ടീച്ചർ സജസ്റ്റഡ്, ടീച്ചർ അവനോട് പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് ഉപദേശിക്കുക, അഡ്വൈസ്ഡ്, അങ്ങനെ കമാൻഡഡ്, അങ്ങനെ വരുന്നുണ്ടല്ലോ, അതിലേത് നമുക്ക് യൂസ് ചെയ്യാം? റാം ടു ഓപ്പൺ ഹിസ് ടെക്സ്റ്റ് ബുക്ക് എന്ന് നമുക്ക് പറയാം. അപ്പം അതാണ് 5 റൂളുകൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരുന്നത്. അതാണ് ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. അപ്പം ഇനി അടുത്ത ഗ്രാമറിലേക്ക് പോവാം നമുക്ക്. ഇനി നെക്സ്റ്റ് ഗ്രാമർ വരുന്നത് പേജ് നമ്പർ 83 വില്ല് ആണ് കേട്ടോ. വില്ലാണ് നെക്സ്റ്റ് ഗ്രാമർ വരുന്നത്. വില്ല് എന്താ നമുക്ക് നോക്കാം. വിൽ ഇൻ ദ ഫസ്റ്റ് പേഴ്സൺ വെൻ യൂസ്ഡ് വിത്ത് ഐ എക്സ്പ്രസ് വില്ലിങ്നെസ്, പ്രോമിസ് ആൻഡ് ഡിറ്റർമിനേഷൻ എക്സെട്ര. അതായത് വിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ വരുമ്പോൾ, അതായത് യൂസ്ഡ് ഐ വെച്ചിട്ട്, അതായത് ഞാൻ എന്ന രീതിയിൽ ഐ വെച്ചിട്ട് വില്ല് വരുമ്പോൾ നമ്മളൊരു കാര്യം ഉറപ്പായും ചെയ്യും അല്ലെങ്കിൽ ഒരു പ്രോമിസ് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ വില്ല് യൂസ് ചെയ്യുന്നത്. ഐ വിൽ ഡു, ഞാൻ എന്തായാലും അത് ചെയ്യും എന്ന രീതിയിൽ കേട്ടോ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ടോക്ക് ഓഫ് ദ ഫ്യൂച്ചർ, അതായത് ഭാവിയിലെ കുറിച്ച് നമുക്ക് വില്ല് യൂസ് ചെയ്ത് പറയാം. അതായത് വരും കാലത്തിനെ കുറിച്ച്, ഹീ വിൽ ഗോ എവേ ടുമാറോ, അവൻ നാളെ പോകും. അതായത് ഹീ ഷീ ഒക്കെ വെച്ച് പറയുമ്പോൾ നാളത്തെ കാര്യങ്ങൾ, ഫ്യൂച്ചറിനെ കുറിച്ച് പറയാൻ നമുക്ക് വില്ല് യൂസ് ചെയ്യാം. അപ്പം വില്ല് യൂസ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ഫ്യൂച്ചറിൽ നമ്മളൊരു കാര്യം ചെയ്യുമെന്ന് ഉറപ്പുള്ളൊരു കാര്യം പറയുമ്പോഴാണ് നമ്മൾ വില്ല് യൂസ് ചെയ്യുക. ഐ വെച്ചുമ്പോൾ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കും അല്ലെങ്കിൽ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് വില്ല് യൂസ് ചെയ്യാം. വില്ല് പോലെ തന്നെ നമുക്ക് ഷാളും യൂസ് ചെയ്യാം കേട്ടോ, ഐ ഷാൾ. പക്ഷേ വില്ലിനാണ് കുറച്ചുകൂടി, അതായത് നമ്മൾ ചെയ്യുന്നൊരു ഉറപ്പ് കിട്ടുന്നത് വില്ലിനാണ്. അല്ലെങ്കിൽ വില്ലൊരു ഷാൾ നമുക്ക് ചെയ്യാം. അപ്പം ഇവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് നോക്കൊണ്ടു. വിൽ യു പ്ലീസ് സ്റ്റോപ്പ് ടോക്കിംഗ്, നീ ഒന്ന് മിണ്ടാതിരിക്കുമോ, വിൽ യു പ്ലീസ്. അതായത് കുറച്ച് നമുക്ക് ദേഷ്യത്തിലൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം. വിൽ യു ചേഞ്ച് ദ ബൾബ് ഫോർ മീ, എനിക്ക് വേണ്ടി ബൾബ് ഒന്ന് ചേഞ്ച് ചെയ്യാമോ. വിൽ യു, നിനക്ക് സാധിക്കുമോ, അങ്ങനെയൊക്കെ ചോദിക്കും നമുക്ക് വില്ല് വെച്ചിട്ട് പറയാം കേട്ടോ. വുഡ് ഓർ ഷുഡ് ആണ് നെക്സ്റ്റ് വരുന്നത്. വുഡ് ആൻഡ് ഷുഡ് ആർ പാസ്റ്റ് ടെൻസ് ഫോം ഓഫ് വിൽ ആൻഡ് ഷാൾ. വില്ലിൻ്റെയും ഷാളിൻ്റെയും പാസ്റ്റ് ഫോമാണ് ഏത്? വുഡ് ഓർ ഷുഡ്. വുഡ് യു ഹെൽപ്പ് മീ ടു ഫിനിഷ് ദിസ് വർക്ക് പ്ലീസ്, ഈ വർക്ക് ഫിനിഷ് ചെയ്യാൻ നീ എന്നെ ഹെൽപ്പ് ചെയ്യോ. മൈ മദർ വുഡ് പുട്ട് സുർമ ഇൻ മൈ ഐസ്, എൻ്റെ അമ്മ എൻ്റെ കണ്ണിൽ സുർമ ഇട്ടു അല്ലെങ്കിൽ സുർമ ഇട്ട് തന്നു. അങ്ങനെ പറയുമ്പോൾ നമുക്ക് വുഡ് യൂസ് ചെയ്യാം. അതായത് വില്ലിൻ്റെയും ഷാളിൻ്റെയും പാസ്റ്റാണ് വരുന്നത് വുഡും ഷുഡും കേട്ടോ. ഇനി വരുന്നത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. അതായത് വിൽ ഇൻ ദ ഫ്ലാങ്ക്സ് സെൻറ്റൻസ് വിത്ത് വുഡ് ഓർ ഷുഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. ദ ടീച്ചർ സെഡ് വി ഡാഷ് വർക്ക് ഹാഡ്, അതായത് നന്നായി പണിയെടുക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഷുഡാണ് യൂസ് ചെയ്യുക. യു ഷുഡ്, നീ ചെയ്തേ പറ്റൂ. എങ്ങനെ പറയുമ്പോൾ നമുക്ക് ഷുഡാണ് യൂസ് ചെയ്യുക, വുഡ് അല്ല. വുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊളൈറ്റായിട്ട് വുഡ് യു പ്ലീസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വുഡ് യൂസ് ചെയ്യും. ഷുഡ് എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ തീർച്ചയായും നമ്മൾ പറയുമ്പോൾ നമുക്ക് ഷുഡാണ് വരിക കേട്ടോ. ഓർത്തിരിക്കുക, വില്ലും ഷാളും എവിടെ യൂസ് ചെയ്യണം, വുഡും ഷുഡും എവിടെ യൂസ് ചെയ്യണം എന്നുള്ളത് കേട്ടോ.
ഇനി നെക്സ്റ്റ് വരുന്നത് യൂസ്ഡ് ടു ഓർ വുഡ് എന്നുള്ളതാണ്. യൂസ്ഡ് ടു ആൻഡ് വുഡ് ബോത്ത് റെഫേഴ്സ് ടു പാസ്റ്റ് ആക്ഷൻ. പാസ്റ്റ് ആക്ഷനിലാണ് യൂസ്ഡ് ടു അല്ലെങ്കിൽ വുഡ് എന്നുള്ളത് വരുന്നത്. യൂസ്ഡ് ടു റെഫേഴ്സ് ടു റിപ്പീറ്റഡ് ഹാബിച്വൽ ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. ഇറ്റ് ക്യാൻ റെഫർ ടു എ റിപ്പീറ്റഡ് ആക്ഷൻ ഓർ ടു സ്റ്റേറ്റ് ഓർ സിറ്റുവേഷൻ. അതായത് യൂസ്ഡ് ടു എന്ന് പറഞ്ഞത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തികൾ, ഇത് പറയാനാണ് നമ്മൾ യൂസ്ഡ് ടു യൂസ് ചെയ്യുന്നത്. അതേപോലെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാനും ഇവ ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്കതിപ്പോൾ യൂസ്ഡ് ടു എന്നൊക്കെ പറയാം. അതായത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ യൂസ്ഡ് ടു യൂസ് ചെയ്യാം. വുഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷുഡ്, കുഡ് ആൻഡ് വുഡ്. അപ്പോൾ യൂസ്ഡ് ടു മനസ്സിലായാലോ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് യൂസ്ഡ് ടു യൂസ് ചെയ്യാം. ദെൻ ഷുഡ്, അതായത് എനിക്കത് ഉപയോഗമായി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുവാൻ കേട്ടോ. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ഷുഡ്, കുഡ് ആൻഡ് വുഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. വി യൂസ് ഷുഡ് ആൻഡ് ഷുഡ് നോട്ട് ഫോർ അഡ്വൈസ്. അതായത് ഷുഡും ഷുഡ് നോട്ട് നമ്മൾ അഡ്വൈസിനാണ് അല്ലെങ്കിൽ ഉപദേശം, അനുശാസനം. അതായത് നമ്മളൊരു കാര്യം ഉറപ്പിച്ച് നീ അത് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഷുഡ് അല്ലെങ്കിൽ ഷുഡ് നോട്ട്. യു ഷുഡ് നോട്ട് ഈറ്റ് മോർ ഫുഡ്. നീ ഒരിക്കലും കൂടുതൽ ഭക്ഷണം കഴിക്കരുത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഷുഡ് നോട്ട് ഓർ ഷുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. ദെൻ കുഡ്. വി യൂസ് കുഡ് ആൻഡ് കുഡ് നോട്ട് ഫോർ എബിലിറ്റി ഇൻ പാസ്റ്റ് കുഡ്. അതായത് എക്സാമ്പിൾ വെൻ ഐ വാസ് യങ് ഐ കുഡ്. അതായത് നമ്മൾ പാസ്റ്റിലുള്ള കാര്യങ്ങൾ എന്താണ് എടുത്ത് പറഞ്ഞത് നമ്മൾ കുഡ് ആർ കുഡ് നോട്ട്. എനിക്ക് സാധിക്കുമായിരുന്നു പാസ്റ്റിൽ, ഇപ്പോൾ സാധിക്കില്ല എന്നുള്ളതൊക്കെ പറയുമ്പോൾ നമ്മൾ കുഡ് ഓർ കുഡ് നോട്ട് യൂസ് ചെയ്യും കേട്ടോ. ഐ കുഡ് റൺ 7 minutes മോർ. 7 മിനിറ്റിൽ കൂടുതൽ ഞാൻ ഓടുമായിരുന്നു. എപ്പോൾ? വെൻ ഐ വാസ് യങ്, ചെറുപ്പക്കാരായിരുന്നപ്പോൾ. അപ്പോൾ പഴയ കാര്യങ്ങൾ പറയുന്നതിനാണ് കുഡും കുഡ് നോട്ടും കുഡ് ഓർ കുഡ് നോട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് യൂസ് കുഡ് ടു മേക്ക് പൊളൈറ്റ് റിക്വസ്റ്റ്. അതായത് പഴയ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പൊളൈറ്റ് റിക്വസ്റ്റ്, അതായത് നമ്മൾ അത്രയും താണൊക്കെയാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്, നമുക്ക് കുഡ് യൂസ് ചെയ്യാം. അതായത് കുഡ് യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ, നീ ദയവ് ചെയ്ത് ഇതൊന്ന് തുറക്കാമോ, അങ്ങനെ വരുമ്പോൾ നമ്മളങ്ങനെ പൊളൈറ്റ് റിക്വസ്റ്റ് വരുമ്പോൾ വുഡും ഷുഡും അല്ല വരിക. ഷുഡ് എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്. കുഡ് എന്ന് പറഞ്ഞാൽ പൊളൈറ്റായിട്ട് താഴ്മയോടെ നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമുക്ക് കുഡ് യൂസ് ചെയ്യാം. അതിനും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് വി യൂസ് വുഡ് ആൻഡ് വുഡ് നോട്ട് ടോക്ക് അബൌട്ട് അൺറിയൽ ഓർ അൺലൈക്ലി സിറ്റുവേഷൻ. അതായത് ഉണ്ടാവാനിടയില്ല, അതേപോലെ അങ്ങനെ സംഭവം ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾക്ക് നമുക്ക് വുഡും വുഡ് നോട്ടും യൂസ് ചെയ്യാം. അപ്പം എക്സാമ്പിൾസ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇഫ് ഐ വേർ ദ പ്രസിഡൻറ്റ് ഓഫ് മൈ കമ്പനി ഐ വുഡ് മേക്ക് എ ലോട്ട് ഓഫ് ചേഞ്ചസ്. ഞാൻ എൻ്റെ കമ്പനിയുടെ പ്രസിഡൻ്റ് ആയിരുന്നെങ്കിൽ ഐ വുഡ് മേക്ക്, ഒരുപാട് മാറ്റങ്ങൾ ചെയ്തേനെ. അങ്ങനെ നടക്കാനിടയില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വുഡും വുഡ് നോട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് വുഡ്, വുഡ് നോട്ട്, ഷുഡ് നോട്ട്, കുഡ് നോട്ട് നമ്മൾ ഡിഫറൻസ് കേട്ടോ. ഇനി യൂസ് വുഡ് യു ലൈക്ക് ടു മേക്ക് പൊളൈറ്റ് അഫെയേഴ്സ്. അതായത് പൊളൈറ്റായിട്ട് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ വുഡ് യു ലൈക്ക്, നിനക്ക് താല്പര്യമുണ്ടോ എന്നുള്ള രീതിക്ക് ചോദിക്കുമ്പോൾ നമ്മൾ വുഡ് യു ലൈക്ക് യൂസ് ചെയ്യും. വുഡ് യു ലൈക്ക് ടു എനിത്തിങ് ടു ഡ്രിങ്ക്, നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമല്ലോ. അങ്ങനെ നമ്മൾ വുഡ് യു ലൈക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് വരുന്നത്. അത് വായിച്ച് നോക്കി മനസ്സിലാക്കുക. വില്ല്, ഷാള്, കുഡ്, കുഡ് നോട്ട്, ഷുഡ് നോട്ട്, വുഡ് നോട്ട്, യൂസ്ഡ് ടു, ഇതൊക്കെ എവിടെ വരും എന്നുള്ളത് മനസ്സിലാക്കുക എക്സാമ്പിളിലൂടെ കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വായിച്ച് നോക്കുക അല്ലെങ്കിൽ എഴുതി നോക്കുക, നമുക്ക് മനസ്സിലാവും. ഇനി വരുന്നത് അഡ്വെർബ്, ക്രിയാവിശേഷണം. വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രിയ, ചെയ്യുന്ന കാര്യങ്ങളാണ് വെർബ്. അഡ്വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന ക്രിയയെ വിശേഷിപ്പിച്ച് പറയുന്നതിനാണ് ക്രിയാവിശേഷണം ഓർ അഡ്വെർബ് എന്ന് പറയുന്നത്. An adverb is a word that is used to change the quality or the meaning of an adjective, adverb, a clause or any type of word. Adverb are usually made by adding ly. അതായത് ly ചേർത്തിട്ടാണ് നമ്മൾ അഡ്വെർബ് യൂസ് ചെയ്യുന്നത്. അതായത് അഡ്വെർബ് യൂസ് ചെയ്യുന്നത് ഒരു ക്വാളിറ്റി, അതായത് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ അഡ്വെർബ്, ഒരു ക്ലോസിനെയൊക്കെ ക്വാളിറ്റി മാറ്റം അതായത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഷീ റൺ സ്ലോലി, ഷീ റൺ എന്നുള്ളതാണ്. ആ റൺ എങ്ങനെയാണ്? സ്ലോലി, സ്പീഡില്ലാതെ അല്ലെങ്കിൽ സ്പീഡ്ലി, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ആ സ്ലോലിയോ സ്പീഡ്ലി എന്ന് പറഞ്ഞതാണ് നമ്മൾ അഡ്വെർബ് എന്ന് പറയുന്നത്.
അതായത് ക്രിയയെ ഒന്നുകൂടി നമ്മൾ വിശേഷിപ്പിച്ച് പറയുന്നതിനാണ് അഡ്വർബ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താ പറയുക, ഷീ ക്ലീൻ ദ ഹൗസ് നീറ്റ്ലി. ക്ലീൻ നീറ്റ്ലി, അതായത് എങ്ങനെയാണ് അവൾ ക്ലീൻ ചെയ്തിട്ടുള്ളത്? നീറ്റ്ലി, വൃത്തിയായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. നീറ്റ്ലി, LYN ലാസ്റ്റ് വരിക കേട്ടോ, അത് ശ്രദ്ധിക്കുക. ഇനി വരുന്നത് അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്താണ്? വെർബിനെ വിശേഷിപ്പിക്കുന്നത് അഡ്വർബ് ആവുമ്പോൾ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ്. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമം കേട്ടോ, പേരുകൾ ഒക്കെയാണ്. എ ഫാറ്റ് ബോയ്, തടിയനായ ആൺകുട്ടി. എ ബ്ലൂ ബലൂൺ, നീല ബലൂൺ. എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, ഭംഗിയുള്ള പൂവ്. അങ്ങനെ നമ്മൾ നാമത്തെ, നൗണിനെ വിശേഷിപ്പിക്കുന്നത് അഡ്ജക്റ്റീവും ക്രിയയെ വിശേഷിപ്പിക്കുന്നത് അഡ്വർബുമാണ്. മറക്കരുത്, മാറിപ്പോവരുത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ദ ഡിസ്ക്രൈബ് നമ്പേഴ്സ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് അഡ്ജക്റ്റീവ്, അതേപോലെ അങ്ങനെ പേരുകളൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അഡ്ജക്റ്റീവ് വെച്ചിട്ടാണ് കേട്ടോ. ഇനി ഇതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് വരുന്നത്, അത് നോക്കുക, മനസ്സിലാവുന്നത് പോലെ ചെയ്യുക, എഴുതിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഓർമ്മയിൽ നിൽക്കും.